നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റികളിലെ ട്യൂഷൻ ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന ഫ്രീ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റിയിട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോസിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ ആ ഒരു ഷോർട്ട് വീഡിയോയിൽ ഈ ഒരു ഫ്രീ എഡ്യൂക്കേഷനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റിയിരുന്നില്ല. കാരണം അതിന് ഡ്യൂറേഷൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും ആ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ട് പല ആൾക്കാരും എന്നോട് സംശയങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. അവർക്ക് ഞാൻ ഉത്തരം കൊടുക്കാറുമുണ്ട്. എന്നാൽ ഈ ഒരു ഫ്രീ എഡ്യൂക്കേഷൻ്റെ എല്ലാ ഇൻഫർമേഷനും അടങ്ങുന്ന, അതായത് ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ്, എന്താണ് ഈ ഒരു ഫ്രീ എഡ്യൂക്കേഷൻ, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ, എങ്ങനെയാണ് ഇതിനെ അപ്ലൈ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഒരു യൂട്യൂബ് വീഡിയോ ഒന്ന് പ്രിപ്പയർ ചെയ്യണമെന്ന് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഒരു ഫ്രീ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും ഒറ്റയടിക്ക് നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഫ്രീ എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സാധാരണ ഒരു കുട്ടി വിദേശ രാജ്യത്ത് പഠിക്കാൻ പോകുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് രീതിയിലുള്ള ചിലവുകളാണ് ആ ഒരു കുട്ടിക്ക് വരുന്നത്. ഒന്നാമത്തേത്, ഒരു കോഴ്സ് പഠിക്കാനായിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുന്ന തുക, അതിനെ ട്യൂഷൻ ഫീസ് എന്ന് പറയും. രണ്ടാമത്, ആ ഒരു രാജ്യത്ത് താമസിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ വരുന്ന ജീവിത ചെലവിന് വേണ്ടി ചിലവാക്കേണ്ടി വരുന്ന പണം, അതിനെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയും. ഇത് രണ്ടും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരുന്ന കാര്യങ്ങളാണ്. ഇവിടെ ജർമ്മനിയുടെ കേസിൽ ജർമ്മനിയിൽ പ്രധാനമായിട്ടും രണ്ട് രീതിയിലുള്ള യൂണിവേഴ്സിറ്റികളാണ് ഉള്ളത്. ഒന്നാമത്തേത് പബ്ലിക് യൂണിവേഴ്സിറ്റികൾ, രണ്ടാമത്തേത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ. ഈ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ, അവിടെ അഡ്മിഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ട്യൂഷൻ ഫീസ് യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കോഴ്സ് തികച്ചും സൗജന്യമാണ്. അതുകൊണ്ടാണ് ഇതിനെ ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോഴും നമ്മൾക്ക് ആ ഒരു രാജ്യത്ത് ജീവിക്കാൻ വേണ്ട, അല്ലെങ്കിൽ ആ ഒരു രാജ്യത്ത് താമസിക്കാൻ വേണ്ട, ഭക്ഷണം കഴിക്കാൻ വേണ്ട, യാത്ര ചെയ്യാൻ വേണ്ട മറ്റ് ചിലവുകൾ, ലിവിങ് എക്സ്പെൻസ് അപ്പോഴും നമ്മൾക്ക് കാണേണ്ടതായിട്ട് വരും. അത് എത്രയാണെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും പറയുന്നത് ജർമ്മനിയിലെ ഫ്രീ എഡ്യൂക്കേഷൻ മാസ്റ്റേഴ്സ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. കാരണം ജർമ്മനിയിൽ നമുക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ബാച്ചിലേഴ്സും ചെയ്യാം, മാസ്റ്റേഴ്സും ചെയ്യാം. ബാച്ചിലേഴ്സ് ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് അഡീഷണൽ പ്രോസസ്സുകളുണ്ട്. അതിൻ്റെ റിക്വയർമെൻറ്റ്സ് കുറച്ച് കൂടുതലാണ്. അതേപറ്റി ഞാനൊരു വേറൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൂർണ്ണമായിട്ട് നോക്കുന്നത് ബാച്ചിലേഴ്സ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്ക് മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ടുള്ള അവസരത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ജർമ്മനിയിലെ ഈ ഒരു ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റികളാണ്. സാധാരണ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലാണെങ്കിൽ നമുക്ക് ഫീസ് കൊടുത്ത് പഠിക്കാനായിട്ട് പറ്റും. ഈ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ തന്നെ ക്ലാസ്സുകൾ അവർ രണ്ട് രീതിയിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേത് ജർമ്മൻ ടോട്ട് പ്രോഗ്രാംസും, രണ്ടാമത്തേത് ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസും. പല ആൾക്കാരും എന്നോട് സംശയം ചോദിക്കുന്നതാണ്, ജർമ്മനിയിൽ പഠിക്കണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്ററി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതെന്ന്. അതിൻ്റെ പ്രധാന കാരണം അവർ ഈ ഒരു ജർമ്മൻ ടോട്ട് പ്രോഗ്രാംസ് ആണ് എല്ലാം എന്ന് വിചാരിച്ചിട്ടാണ്. ജർമ്മൻ ടോട്ട് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. അതായത് ക്ലാസ്സുകൾ അവർ ട്യൂട്ടേഴ്സ് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജിലായിരിക്കും. കുട്ടികളും ജർമ്മൻ പഠിക്കുന്ന അല്ലെങ്കിൽ ജർമ്മൻ അറിയുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ എൻറ്റയർ ക്ലാസ് ജർമ്മൻ ആയതുകൊണ്ട് തന്നെ ജർമ്മൻ ലാംഗ്വേജ് നമുക്ക് നന്നായിട്ട് വേണം. അത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലുള്ള ഭൂരിഭാഗം കുട്ടികളും അത് ഓപ്റ്റ് ചെയ്യാറില്ല. കാരണം ജർമ്മൻ ലാംഗ്വേജ് ആ ഒരു രീതിയിൽ ആ ഒരു ലെവൽ വരെ പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള കുട്ടികൾ കൂടുതലും അഡ്മിഷൻ എടുക്കുന്നത് ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസിനാണ്. അതായത് ക്ലാസ്സുകൾ മൊത്തം ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും, പഠിപ്പിക്കുന്നതും എല്ലാം ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും. അതിന് അഡ്മിഷൻ എടുക്കാനായിട്ട് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിനി അടുത്തത് പറയാൻ പോകുന്നത്. പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, അഡ്മിഷൻ എടുക്കാനായിട്ട് എത്ര ശതമാനം മാർക്ക് വേണം. അപ്പോൾ ഇവിടെ മാർക്ക് മാത്രമല്ല പ്രശ്നം, അതിൻ്റെ കൂടെ കുറച്ചുകൂടെ റിക്വയർമെൻറ്റ്സ് കൂടെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ജർമ്മനിയുടെ പുതിയ നിയമം അനുസരിച്ചിട്ട് നമ്മൾ ഏത് കോഴ്സിന് അഡ്മിഷൻ എടുത്താലും, അതായത് ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസിൽ ജർമ്മൻ പബ്ലിക്കിലായാലും പ്രൈവറ്റിലായാലും, നമ്മളിവിടെ പബ്ലിക്കിൻ്റെ കാര്യമാണ് പറയുന്നത്, പബ്ലിക്കിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ നിർബന്ധമായിട്ടും IELTS ഉണ്ടായിരിക്കണം. IELTS 6.5 മിനിമം ഉണ്ടാവുന്നത് നല്ലതാണ്. അതിൽ കൂടുതലുണ്ടെങ്കിൽ വളരെ നല്ലത്. രണ്ടാമത്തേത്, നമ്മളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു വെരിഫിക്കേഷൻ നമ്മൾക്ക് ചെയ്യണം. അതിനെ APS എന്ന് പറയും. നിങ്ങൾക്ക് ഓൺലൈൻ APS ഇന്ത്യ വെബ്സൈറ്റിൽ കയറിയിട്ട് അത് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാം. ഏകദേശം ഒരു 18,000 രൂപ. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ഡേറ്റിൽ 18,000 രൂപയ്ക്ക് അടുത്താണ് അതിൻ്റെ ഫീസ് വരുന്നത്. അപ്പോൾ IELTS ആയി, APS എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റായി. മൂന്നാമത്തേത്, നമ്മളുടെ ബാച്ചിലേഴ്സിന് ഒരു സർട്ടൺ പെർസെൻറ്റേജ് മാർക്ക് നമുക്കുണ്ടായിരിക്കണം. അത് എത്ര പെർസെൻറ്റേജ് മാർക്കാണെന്ന് പല ആൾക്കാരും ചോദിക്കും. അതിന് ഞാൻ കറക്റ്റായിട്ടുള്ള ഒരു കാര്യം ഈ വീഡിയോയിലൂടെ പറയാൻ പറ്റില്ല. എന്നാൽ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അത് ഏതൊക്കെ കോഴ്സുകൾക്കാണ് എത്ര ശതമാനം മാർക്കുകളാണ് വേണ്ടതെന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കാം. കാരണം 55% മാർക്കാണെങ്കിലും അഡ്മിഷൻ കിട്ടുന്ന ചില ബാച്ചിലർ പ്രോഗ്രാമുകളുണ്ട്. ആ ബാച്ചിലർ പ്രോഗ്രാമുകൾ കംപ്ലീറ്റ് ചെയ്ത കുട്ടികളാണെങ്കിൽ അവർക്ക് 55% മാർക്കുള്ളെങ്കിലും അഡ്മിഷൻ എടുക്കാൻ പറ്റും. ചിലപ്പോൾ അതിൽ കുറവാണെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. എന്നാൽ ചില ബാച്ചിലർ കോഴ്സ് പഠിച്ച കുട്ടികൾക്ക് ചിലപ്പോൾ 60%, 65%, 70% മാർക്ക് വേണ്ടി വരും. അത് ഏതൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയാത്തത്. കാരണം വൺസ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ഈ മാർക്കിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ എനിക്കത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഡിസ്ക്രിപ്ഷനിലാണെങ്കിൽ എനിക്കത് പിന്നീട് എഡിറ്റ് ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലൊന്ന് നോക്കുക. ഇനി ചില ഇൻസ്റ്റാഗ്രാം വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് IELTS ഇല്ലെങ്കിലും APS ഇല്ലെങ്കിലും അഡ്മിഷൻ എടുക്കാൻ പറ്റുമെന്നുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ചില യൂണിവേഴ്സിറ്റികളിൽ, അതായത് ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ തന്നെ ചില യൂണിവേഴ്സിറ്റികളിൽ നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ IELTSൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല, APSൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിലും നമുക്ക് ഓഫർ ലെറ്റർ എടുക്കാനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാം. യൂണിവേഴ്സിറ്റി ഓഫർ ലെറ്റർ തരും. ഈ ഓഫർ ലെറ്റർ കിട്ടി നമ്മൾ എൻറോൾമെൻറ്റിനൊക്കെ പോകുന്നതിന് മുന്നേ കുറച്ച് സമയമുണ്ട്, കുറച്ച് മാസങ്ങളുണ്ട്. ആ മാസങ്ങൾക്കുള്ളിൽ നമ്മൾ ഈ ഒരു IELTSും APSും കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ മതി. ഇത് എല്ലാ യൂണിവേഴ്സിറ്റികളും ഈ ഒരു രീതി അവർ അനുവദിക്കില്ല. ചില യൂണിവേഴ്സിറ്റികൾ മാത്രമാണ് അത് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത്. സോ ആ രീതിയിലുള്ള യൂണിവേഴ്സിറ്റികൾ ഓപ്പൺ ആവുന്ന സമയത്താണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു രീതിയിലുള്ള വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾക്ക് അതില്ലെങ്കിലും APSും IELTSും ഇല്ലെങ്കിലും അഡ്മിഷൻ എടുക്കാം. പക്ഷേ ഇത് എപ്പോഴും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. എന്തായാലും നമുക്ക് IELTSും APSും നിർബന്ധമായിട്ട് വേണം. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, സാധാരണ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുക്കാനാണെങ്കിൽ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് അവിടെ നിന്ന് ഓഫർ ലെറ്റർ കിട്ടും. ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്താലും കുറച്ച് മാസങ്ങൾക്ക് ശേഷമായിരിക്കും യൂണിവേഴ്സിറ്റി ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഓഫർ ലെറ്റർ ഒന്നും വരുന്നില്ല, യൂണിവേഴ്സിറ്റി റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇത് സ്വാഭാവികമാണ്. പബ്ലിക് യൂണിവേഴ്സിറ്റികൾ അവരുടെ ആപ്ലിക്കേഷൻ്റെയൊക്കെ ഒരു സ്റ്റാറ്റസ് അറിയണമെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഒരു റിപ്ലൈ വരണമെങ്കിൽ തന്നെ കുറച്ച് മാസങ്ങളോളം എടുക്കും. അപ്പോൾ ഇതൊരു സ്ലോ പ്രോസസ്സാണ്. ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചിട്ട് വേണം ഒരു കൺസൾട്ടൻസിയെ അപ്രോച്ച് ചെയ്യുമ്പോഴാണെങ്കിലും, ഇനി അതല്ല നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനാണെങ്കിലും, നിങ്ങൾക്ക് അത്രത്തോളം നോളജ് ഈ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാനുണ്ടെങ്കിൽ, നിങ്ങൾ സ്വന്തമായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കണം. ഇനി വേറൊരു കാര്യം, നമുക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ രീതിയിലും നിങ്ങളുടെ കയ്യിൽ ഇനഫ് മാർക്കുണ്ട്, ബാച്ചിലേഴ്സിന് നിങ്ങളുടെ കയ്യിൽ APS ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ IELTS ഉണ്ട്. ഇനി അതിന് വേണ്ട എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾക്കറിയാം, നിങ്ങളതെല്ലാം അറേഞ്ച് ചെയ്തു, നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ റിക്വയർമെൻറ്റ്സിനെ പറ്റി പഠിച്ചു, മനസ്സിലാക്കി, നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തു. അതിനുശേഷം നിങ്ങൾക്കൊരു ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്, അതിൻ്റെ സ്റ്റെപ്സുകൾ തുടങ്ങുക എന്നുള്ളതാണ്. ഇവിടെയാണ് പല ആൾക്കാരും ബുദ്ധിമുട്ട് നേരിടുന്നത്. കാരണം സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രോസസ്സൊക്കെ തുടങ്ങി ഓഫർ ലെറ്റർ വന്നു കഴിയുമ്പോൾ പിന്നീട് എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ പല ആൾക്കാർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അഡ്മിഷൻ്റെ അസിസ്റ്റൻസ് വേണമെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ താഴെ ഒരു ഗൂഗിൾ ഫോമും അതേപോലെ തന്നെ വാട്സാപ്പിൻ്റെ നമ്പറൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിന് പറ്റുന്ന ആൾക്കാർ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് തരും. ഇനി പ്രധാനമായിട്ടും നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുള്ളൊരു കാര്യം, ഇതൊരു ഫ്രീ എഡ്യൂക്കേഷൻ ആണെന്ന് പറയുമ്പോഴും, അതായത് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള എഡ്യൂക്കേഷൻ തികച്ചും സൗജന്യമാണെന്ന് പറയുമ്പോഴും ഇതിന് ടോട്ടൽ എത്ര എക്സ്പെൻസ് വരും നമ്മൾക്ക് ആ ഒരു രാജ്യത്ത് എത്തിച്ചേരാനായിട്ട്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് പ്രധാനമായിട്ട് 2 രീതിയിലാണ് വലിയ എക്സ്പെൻസുകളുള്ളത്. ഒന്നാമത്തേത് യൂണിവേഴ്സിറ്റി ട്യൂഷൻ ഫീസ്. അപ്പോൾ ഈ ഒരു കേസിൽ ട്യൂഷൻ ഫീസ് ഇല്ല. രണ്ടാമത് വരുന്നത് ഈ ഒരു രാജ്യത്ത് നമുക്ക് താമസിക്കാനും ഭക്ഷണം കഴിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ട ഒരു ചിലവ്. ഈ ഒരു ചിലവ് എത്രയാണെന്നുള്ളത് ജർമ്മൻ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് ഒരു താരിഫ് അല്ലെങ്കിൽ ഒരു ഏകദേശ എമൗണ്ട് അവർ കണക്കാക്കിയിട്ടുണ്ട്. അത് ഒരു വർഷത്തേക്ക് 10.5 lakhs to 10.8 lakhs വരെയാണ്. ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് വന്നതനുസരിച്ചിട്ട് 10.8 lakhs വരെ നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരും. ഈ ഒരു എമൗണ്ട് നമ്മളുടെ കയ്യിലുണ്ട്. ഇപ്പോൾ നമ്മൾ ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു എമൗണ്ട് റെഡിലി അവൈലബിൾ ആണെന്നുള്ളത് നമ്മളൊന്ന് പ്രൂവ് ചെയ്യണം. ഇത് പ്രൂവ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ ഇതിനെ ഷോ മണി എന്നാണ് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ലിവിങ് എക്സ്പെൻസ് പ്രൂഫ് ഓഫ് ഫണ്ട് എന്നാണ് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ജർമ്മനിയുടെ കേസിൽ ഇതിനെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് എമൗണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു 10.8 lakhsനടുത്ത് വരുന്ന ഈ ഒരു എമൗണ്ടിനെ നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട്, ജർമ്മനിയിൽ തന്നെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അവിടെ നമ്മൾ ഈ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാണ്. അതിനുശേഷം അവർ തരുന്ന സർട്ടിഫിക്കറ്റ് കൂടെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ കാണിക്കണം. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജർമ്മനിയിൽ വന്നതിന് ശേഷം നമ്മൾക്ക് അവിടെ താമസിക്കാനും ഭക്ഷണം കഴിക്കാനും വേണ്ട എമൗണ്ട് ഈ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് വിഡ്രോ ചെയ്യാനും അവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനും സാധിക്കുന്നു എന്നുള്ളതിനുള്ള ഒരു ഗ്യാരണ്ടിയാണ്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ അഡ്മിഷൻ എടുക്കുമ്പോൾ ജസ്റ്റ് ഷോ മണി ആയിട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ഒരു വാക്ക് ഷോ മണി, ലിവിങ് എക്സ്പെൻസ്, പ്രൂഫ് ഓഫ് ഫണ്ട്, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ ഷോ മണി എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടെന്ന് കാണിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം കാണിച്ചാൽ മതി, അത് ബ്ലോക്ക് ഒന്നും ചെയ്യേണ്ട. പക്ഷേ ജർമ്മനിയുടെ കേസിൽ അത് ബ്ലോക്ക് ചെയ്യണം 1 വർഷത്തേക്ക്. ഈ 1 വർഷത്തേക്ക് ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞാലും അടുത്ത 1 വർഷത്തിനുള്ളിൽ, അതായത് നമ്മൾ ഇന്നാണ് ബ്ലോക്ക് ചെയ്യുന്നതെങ്കിൽ അടുത്ത 12 മാസത്തിനുള്ളിൽ ഈക്വൽ ഇൻ്റർവെൽസിൽ, അതായത് എല്ലാ മാസവും നമുക്കൊരു നിശ്ചിത എമൗണ്ട് വെച്ചിട്ട് ആ ഒരു അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും.
ആ വിഡ്രോ ചെയ്ത എമൗണ്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി അതെല്ലാം നമുക്കൊരു പാർട്ട് ടൈം ഒക്കെ കിട്ടി നമുക്ക് അത്യാവശ്യം എമൗണ്ട് അവിടെ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് നമുക്ക് നാട്ടിലേക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ അയച്ചു കൊടുക്കുകയും ചെയ്യാം. സോ ഇതാണ് ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സാധാരണ അഡ്മിഷൻസിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഷോ മണി എന്നുള്ള രീതിയിൽ മണി ഷോ മാത്രമേ ചെയ്യുന്നുള്ളൂ, ബ്ലോക്ക് ചെയ്യുന്നില്ല. പക്ഷേ ജർമ്മനിയിൽ ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് വേണം. ഇനി ഈ ഒരു ലിവിങ് എക്സ്പെൻസ് അല്ലാതെ വേറൊരു ചിലവ് കൂടെ വരുന്നത്, നമ്മൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ എഡ്യൂക്കേഷൻ ആണ് എന്ന് പറഞ്ഞെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഒരു ചെറിയ സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എല്ലാ 6 മാസം കൂടുമ്പോഴും ഒരു സെമസ്റ്ററിൽ നമ്മളൊരു ചെറിയൊരു എമൗണ്ട് നമ്മളൊരു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ആയിട്ട് കൊടുക്കണം. അപ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട് അത് എത്ര എമൗണ്ട് ആണെന്ന്. അത് എത്ര എമൗണ്ട് ആണെന്നുള്ളൊരു ഫിക്സഡ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം പല യൂണിവേഴ്സിറ്റികൾക്കും അത് പല രീതിയിൽ പല എമൗണ്ടാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ ഒരു 50 യൂറോ ആയിരിക്കാം ഒരു സെമസ്റ്ററിൽ, ചിലപ്പോൾ അത് ഒരു 1000 യൂറോ ആയിരിക്കാം ഒരു സെമസ്റ്ററിൽ. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ചും ഈ ഒരു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ മാറിക്കൊണ്ടിരിക്കും. ഈ ഒരു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് ജസ്റ്റ് കൊടുക്കുന്നത് മാത്രമല്ല, നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ യൂണിവേഴ്സിറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ തിരിച്ചു തരും. കുറച്ച് യൂണിവേഴ്സിറ്റിയുടെ തന്നെ ലൈബ്രറി ആക്സസോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാവൽ പാസുകളോ ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ചൊക്കെ നമുക്ക് തിരിച്ചു തരും. എന്നാലും ആ ഒരു ചെറിയ എമൗണ്ട് നമുക്ക് ചിലവായിട്ട് തന്നെ പറയേണ്ടതാണ്. ഇനി വേറെ വരുന്നത് നമുക്ക് വിസയ്ക്ക് വേണ്ട ഒരു ചിലവ്, അതേപോലെ തന്നെ ടിക്കറ്റ്, ദെൻ ഏജൻസിക്ക് ഉള്ള പ്രോസസ്സിംഗ് ഫീയോ സർവീസ് ചാർജ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് വരുന്ന ചിലവ്. പിന്നെ വേറൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ APS ഒരു ചിലവ് വരുന്നുണ്ട്, IELTS-നും ഇതിൻ്റെ കൂടെ ഒരു എക്സ്പെൻസ് വരുന്നുണ്ട്. അത് എത്രയാണെന്നുള്ളത് നമ്മൾ ഓൺലൈനായിട്ട് പേ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം. APS-ന് ഏകദേശം ഒരു 18,000 രൂപ, IELTS-നും ഏകദേശം അത്രയും തന്നെയാണെന്ന് വിശ്വസിക്കുക. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് ഈ ഒരു ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ചിലവ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫ്രീ എഡ്യൂക്കേഷൻ്റെ ഏകദേശ ഫിനാൻഷ്യൽ കാര്യങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു ടോട്ടൽ എക്സ്പെൻസിനെ പറ്റിയിട്ടുള്ള ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയുള്ളത് നമുക്ക് ഒരു വിസ കിട്ടിയെന്ന് വിചാരിക്കുക. അതായത് നമുക്ക് ഓഫർ ലെറ്റർ കിട്ടി, നമ്മൾ വിസയ്ക്ക് വെച്ചു, വിസ കിട്ടി. ഈ വിസയുമായിട്ട് നമ്മൾ ആ ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ നിങ്ങളെല്ലാവരും പലപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ആ ഒരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഒരു അക്കോമഡേഷൻ കണ്ടെത്തും. അക്കോമഡേഷൻ കണ്ടെത്താനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. നമുക്ക് ഓൺലൈനായിട്ട് നോക്കാം, യൂണിവേഴ്സിറ്റിയുടെ തന്നെ അക്കോമഡേഷൻസ് നോക്കാം, അല്ലെങ്കിൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ നടത്തുന്ന നിരവധി മലയാളികൾ തന്നെയുണ്ട്. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് പേരെ നമുക്കറിയാം. അങ്ങനെയുള്ള ആൾക്കാരെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ തന്നെ അക്കോമഡേഷൻ്റെ പ്രൂഫുകളൊക്കെ കാണിക്കേണ്ടതുള്ളത് കൊണ്ട് അക്കോമഡേഷൻസ് നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും. പിന്നെ വേറൊരു ഗോൾഡൻ ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ പഠിക്കാനായിട്ട് പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, ആ ഒരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് ടൈം കിട്ടുമോ? പല ആൾക്കാർക്കും പേടിയുള്ളൊരു കാര്യമാണ്. ആ ഒരു രാജ്യത്ത് പാർട്ട് ടൈം കിട്ടണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണോ, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് ചോദിക്കും. സോ പാർട്ട് ടൈം കിട്ടുക എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സിമ്പിളായിട്ട് ആലോചിക്കുകയാണെങ്കിൽ ഒരു മലയാളം മാത്രം അറിയാവുന്ന മലയാളി ഒരു ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരു വ്യക്തിക്ക് ജോലി കിട്ടുക? ഡൽഹിയിൽ ഹിന്ദിയാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട, അതായത് ഇംഗ്ലീഷ് സംസാരിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് വെച്ച് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ചില ജോലികളൊക്കെ നമുക്ക് കിട്ടും. എന്നാലും ഹിന്ദി അറിയുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ഏരിയകളിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് ജർമ്മനിയിലും. നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ ജോലി കിട്ടാനായിട്ട് നല്ല സാധ്യതകളുണ്ട്. നിങ്ങൾ നാട്ടിൽ നിന്ന് ജർമ്മനിക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഏകദേശം ജർമ്മനിയുടെ ഭാഷ കുറച്ചൊക്കെ ഒന്ന് പഠിക്കാനായിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ ജോലി കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ പലരും ചോദിക്കുന്നുണ്ട് ജർമ്മനിയിൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? പല ആൾക്കാരുടെയും ചോദ്യം അങ്ങനെയാണ്, ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓൺലൈനായിട്ട് തന്നെ നോക്കാൻ പറ്റും. യൂറോപ്പിൻ്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് ജോബ് സെർച്ച് ചെയ്യുന്നത്. ഞാനിപ്പോൾ സ്ക്രീനിൽ അതിൻ്റെ ഒരു റെക്കോർഡിംഗ് കാണിച്ചു തരാം. ഈ ഒരു സൈറ്റിൻ്റെ ലിങ്കും എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോബ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം ജർമ്മനിയിൽ തന്നെയാണ്. സോ ജർമ്മനിയിൽ ജോബ്സിൻ്റെ എണ്ണം കൂടുതലാണ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. നിങ്ങൾക്ക് ആ ഒരു ജോലി കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ പെർഫോമൻസിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ ലാംഗ്വേജ് എബിലിറ്റി, ലാംഗ്വേജിൻ്റെ നോളജിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് ജർമ്മനിയിൽ മാത്രമല്ല, ഏത് രാജ്യത്ത് പോയാലും എളുപ്പത്തിൽ ജോലി കിട്ടുന്ന കുട്ടികളുമുണ്ട്, കിട്ടാത്ത കുട്ടികളുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ജോലി കിട്ടുമോ എന്നൊരു ഗ്യാരണ്ടിയാണ് നിങ്ങൾ ചോദിക്കുന്നത്. ആ ഒരു ഗ്യാരണ്ടിക്കുള്ള ഉത്തരം എന്ന് പറയുന്നത് നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങളുടെ ലാംഗ്വേജ് നോളജ്, ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ജോലി അവിടെ ഇഷ്ടംപോലെ ഉണ്ട്. നിങ്ങൾക്കത് കണ്ടെത്താനായിട്ടുള്ള ഒരു കരുത്തും ഒരു മനോധൈര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ അതിനൊരു ചുറുചുറുക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക, അത്രയേ ഉള്ളൂ. ഇനി വേറൊരു സംശയം ജർമ്മനിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരുന്നത്, അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വരുന്നത്, ജർമ്മനിയിൽ പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് ആ ഒരു രാജ്യത്ത് പഠനത്തിന് ശേഷം ജോലി കിട്ടിയാൽ PR കിട്ടും. PR യൂറോപ്പിൽ എസ്പെഷ്യലി ജർമ്മനിയിൽ കൊടുക്കുന്നത് നിങ്ങളുടെ ജോബിനെ ബേസ് ചെയ്തിട്ട്, അതായത് പഠനത്തിന് ശേഷം നിങ്ങളൊരു ജോലിക്ക് കയറി ആ ഒരു ജോലിയിൽ നിന്നുകൊണ്ട് നിങ്ങളൊരു സർട്ടൺ ഇയേഴ്സ് ഓഫ് അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സാലറിയെ നോക്കിയിട്ടൊക്കെയാണ് അവർ PR തരുന്നത്.
PR-ന് ശേഷം നിങ്ങൾക്ക് ഭാവിയിൽ സിറ്റിസൺഷിപ്പിലേക്ക് മാറണമെങ്കിൽ അങ്ങനെയും ആവാം. അപ്പോൾ ജർമ്മനിയുടെ ഒരു രീതി അനുസരിച്ചിട്ട് ഒരു സർട്ടൺ എമൗണ്ട് നിങ്ങൾക്ക് ഒരു വർഷത്തിൽ ആനുവൽ സാലറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ കാർഡിലേക്ക് മാറാനായിട്ടൊക്കെ പറ്റും. ഇപ്പോൾ പുതിയൊരു നിയമം വരുന്നു എന്ന് കേൾക്കുന്നു. അതായത് ജർമ്മനിയിൽ തന്നെ നിങ്ങളൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒരു മാസ്റ്റേഴ്സ് പഠിച്ചൊരു കുട്ടിയാണ്, അതിനുശേഷം നിങ്ങളൊരു 2 വർഷം ഒരു എംപ്ലോയറിന് കീഴിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് PR-ലേക്ക് മാറാനായിട്ടുള്ള അവസരങ്ങൾ വരുന്നു എന്നും കേൾക്കുന്നുണ്ട്. ഇനി വേറൊരു ചോദ്യം, ഈ ഒരു ജർമ്മനിയിലേക്ക് നമ്മളിപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ഡിപ്പെൻഡൻസിനെ കൂടെ കൊണ്ടുപോകാനായിട്ട് പറ്റും, അതായത് ഹസ്ബൻഡിനെ വൈഫിനെയൊക്കെ കൂടെ കൊണ്ടുപോകാനായിട്ട് പറ്റും. യെസ്, നിങ്ങൾക്ക് കൊണ്ടുപോകാം. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച്, അതേപോലെ തന്നെ ഈ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്ന എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ച് നിങ്ങൾ ഒരിക്കലും ട്രാവൽ ചെയ്യുമ്പോൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യാനായിട്ട് നോക്കാതിരിക്കുക. അതായത് സ്റ്റുഡൻറ്റ് ആദ്യം ജർമ്മനിയിൽ എത്തിയതിന് ശേഷം അക്കോമഡേഷനും എല്ലാ കാര്യങ്ങളും ഒന്ന് റെഡിയാക്കി അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഒരു ഏകദേശ ധാരണ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ നിന്ന് നിങ്ങളുടെ ഡിപ്പെൻഡൻറ്റിനെ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് ആ ഒരു വിസ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വേറെ പല ആൾക്കാർക്കും അറിയേണ്ട ഒരു കാര്യം ജർമ്മനി സേഫ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഉത്തരവില്ല. കാരണം കേരളം, ഇന്ത്യ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു രാജ്യം സേഫ് ആണ് എന്ന് നിങ്ങൾ കാണിച്ചു തരികയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. വേണമെങ്കിൽ പറയാം UAE അത്യാവശ്യം സേഫ് ആണ്, UAEയിലെ ഗവൺമെൻറ് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണെന്നുള്ള കാര്യം കൊണ്ട് നമുക്ക് സേഫ് ആണെന്ന് പറയാം. ബാക്കി ലോകത്തിൻ്റെ ഏത് രാജ്യവും സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ സേഫ് ആണ്. എന്നാൽ അക്രമങ്ങളും പ്രശ്നങ്ങളും റയറ്റ്സും എല്ലാം എല്ലാ രാജ്യത്തും ഉണ്ട്. അതുകൊണ്ട് സേഫ് ഒരു ഹെവൻ അന്വേഷിച്ചിട്ട് നിങ്ങൾ നടക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളൊരു രാജ്യത്തും പോകാനായിട്ട് പറ്റില്ല. എല്ലാ രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തുള്ളതുപോലെ തന്നെ അക്രമങ്ങളും ഉണ്ടാവും, പ്രശ്നങ്ങളും ഉണ്ടാവും, എന്നാൽ സമാധാനവും ഉണ്ടാവും. സോ അതെല്ലാം അത് അനുഭവിക്കാനും അല്ലെങ്കിൽ അതൊക്കെ നേരിടാനും, അങ്ങനെ ഒരു പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ നേരിടാനുമുള്ള മനക്കരുത്ത് നിങ്ങൾക്ക് എപ്പോഴും പുറത്ത് പഠിക്കാൻ പോകുമ്പോൾ ഉണ്ടായിരിക്കണം. പിന്നെ ജർമ്മനി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് കൊടുക്കുന്നത് 1.5 വർഷത്തെ സ്റ്റേ ബാക്ക് ആണ്. അതായത് പഠനത്തിന് ശേഷം 1.5 വർഷം വരെ നമുക്ക് ജോലി അന്വേഷിക്കാനായിട്ടുള്ള സമയം തരുന്നുണ്ട്. വേറൊരു കാര്യം എന്ന് പറയുന്നത് ജർമ്മൻ വിസ എന്ന് പറയുന്നത് ഷെങ്കൻ വിസ തന്നെയാണ്. ഷെങ്കനിലുള്ള രാജ്യമായതുകൊണ്ട് മറ്റ് ഷെങ്കൻ സോണിലുള്ള രാജ്യങ്ങളിലും ജോലി അന്വേഷിക്കാൻ പോകാനൊക്കെ, ഈ ഒരു ഷോർട്ട് ഡ്യൂറേഷന് വേണ്ടി ജോലി അന്വേഷിക്കാൻ പോകാനൊക്കെ ഈ ഒരു ജർമ്മൻ വിസ കൊണ്ട് സാധിക്കും. പിന്നെ വേറൊരു ലിമിറ്റേഷൻ ഉള്ളത്, എല്ലാ കോഴ്സുകൾക്കും നമ്മൾക്ക് ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസിന് അഡ്മിഷൻ കിട്ടില്ല. അതായത് മെഡിക്കൽ പ്രൊഫഷൻസ്, അതേപോലെ തന്നെ ചില കുളിനറി ആർട്സ് പോലെയുള്ള പ്രൊഫഷൻസ്, അങ്ങനെയുള്ള കോഴ്സുകൾക്ക് കൂടുതലും അവർ അഡ്മിഷൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത് ജർമ്മൻ ടോട്ട് പ്രോഗ്രാംസ് ആണ്. ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസിൽ അങ്ങനെയുള്ള കോഴ്സുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ചില കോഴ്സ് പഠിച്ചവർക്ക് ഈ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാറില്ല. അവർക്ക് അത്ര ആഗ്രഹമാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് ജർമ്മൻ ടോട്ട് പ്രോഗ്രാംസിന് അഡ്മിഷൻ എടുക്കാം. ഇനി നിങ്ങൾക്കൊരു 10 വർഷം വരെയൊക്കെ, അല്ലെങ്കിൽ 10 വർഷമാണെങ്കിലും അതിൽ കുറച്ച് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും നിങ്ങൾക്ക് അത്രയും വരെ സ്റ്റഡി ഗ്യാപ്പ് ഉണ്ടെങ്കിലും, പഠനത്തിന് ശേഷം നിങ്ങൾ ജോലി ചെയ്തു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോയി എന്ന് പറഞ്ഞാലും ഒരു 10 വർഷം വരെയൊക്കെ വലിയ കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. പല കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഇൻടേക്ക് വരുന്നത്, ഇപ്പോൾ സെപ്റ്റംബർ ഇൻടേക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒക്ടോബർ, ആ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ടൈം ഇൻടേക്ക് ഉണ്ട്. ഇനി അത് കഴിഞ്ഞു. ഇനി ഈ ഒരു സമയത്ത് അഡ്മിഷൻ എടുക്കാനായിട്ട് നമുക്ക് മാക്സിമം സാധിക്കില്ല. ഇനി അടുത്തത് വരുന്നത് അടുത്ത ഇൻടേക്ക് മാർച്ച്, അടുത്ത 2025 ഇൻടേക്കിലേക്കാണ്. അതിന് ഇപ്പോൾ മുതൽ അഡ്മിഷൻസ് എടുക്കണം. അതേപോലെ ഇപ്പോൾ തന്നെ പല യൂണിവേഴ്സിറ്റികളുടെയും അഡ്മിഷൻസ് ക്ലോസ് ആവാറായി. സോ ഏതൊക്കെയാണ് ആ ഒരു ഇൻടേക്ക് എന്നും അതെന്നാണ് അതിൻ്റെ ഡെഡ് ലൈൻ എന്നുള്ളതും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ, ട്യൂഷൻ ഫീസ് ഇല്ലാതെ നല്ലൊരു യൂറോപ്യൻ രാജ്യത്ത് 1.5 വർഷം സ്റ്റേ ബാക്ക് തരുന്ന, ഏറ്റവും കൂടുതൽ ജോബ് ലിസ്റ്റ് ചെയ്യുന്ന ജർമ്മനി എന്ന രാജ്യത്ത് അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്ന് എൻ്റർ ചെയ്യുക. ജർമ്മനിയുടെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്ന ഓതറൈസ്ഡ് അസോസിയേറ്റ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതുവരയ്ക്കും ബൈ.